Continuation of the topic nature of land rights under Cholas, or discuss about agrarian order and revenue organization in South India during 9th to 13th century AD. Here we are going to discussing about Kerala. Traditionally, the number of Brahmana settlements in Kerala is believed to be 32. Curiously, no single Brahmadaya has a royal character, charter, and hence it would seem that they were founded by migratory Brahmanas. So, about Kerala, conventionally it is thought that there are 32 Brahmana settlements in Kerala. 32 ബ്രാഹ്മണ സെറ്റിൽമെൻറ്റുകളാണ് കേരളത്തിലുണ്ടായിരുന്നത് എന്നാണ് പരമ്പരാഗതമായിട്ടുള്ള അറിവ്. ഇൻട്രസ്റ്റിംഗ്ലി, നൺ ഓഫ് ദീസ് ബ്രഹ്മദേയ പൊസസ് എ റോയൽ ഡിക്രീസ്. എന്നാൽ ഇതിൽ രസകരമായൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്നുപോലും ബ്രഹ്മദേയയിലൂടെ ലഭ്യമായതല്ല, അല്ലെങ്കിൽ രാജാവിൻ്റെ ചാർട്ടറിലൂടെ ഡിക്രിയിലൂടെ ഉണ്ടായ ബ്രഹ്മദയ സെറ്റിൽമെൻറ്റുകളല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റുകൾ എന്ന് പറയുന്നത് മൈഗ്രേറ്റിംഗ് ബ്രാഹ്മണാസ് ആണ്. പുറമേ നിന്ന് പല നാടുകളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറി വന്നിട്ടുള്ളവരായിരിക്കും. ദേ സ്പ്രെഡ് എസ്റ്റാബ്ലിഷിംഗ് ഫ്രഷ് സെറ്റിൽമെൻറ്റ്സ് ബൈ ഫ്യൂസിംഗ് ടുഗെദർ എലമെൻറ്റ്സ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് വൺസ് ആൻഡ് ബൈ amalgamating two or more settlements to form a bigger one. അപ്പോൾ പലയിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറി നിലവിൽ ഒരു പക്ഷേ പലയിടങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ഒരുമിച്ച് ചേർന്ന് 1, 2, 3 ഭാഗങ്ങളായി ഇങ്ങനെ സെറ്റിലായിട്ട് പിന്നീട് അത് വലിയ ഒരു വിഭാഗമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ബിറ്റ്വീൻ ദ റിവർ Perumbula and Karumanpula are located 9 such settlements. Between Karumanpula and Churni, 13, and between Churni and Kanyakumari, 10 settlements. ഇങ്ങനെയാണ് അതിനെ പറയപ്പെടുന്നത്. കരുമാൻപുഴയ്ക്കും അതുപോലെ പെരുമാൻപുലയ്ക്കും ഇടയിൽ 9 സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നു. കരുമാൻപുലയ്ക്കും ചൂർണി പെരിയാറിനും ഇടയിൽ 13 സെറ്റിൽമെൻറ്റുകളും ചൂർണിക്കും കന്യാകുമാരിക്കും ഇടയിൽ 10 സെറ്റിൽമെൻറ്റുകളും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പെരുമാൻകുളർ, ഈശാനമംഗലം, മുളിക്കലം, തിരുവല്ല ആർ സം ഇമ്പോർട്ടൻ്റ് വൺസ്. ഇതിൽ പ്രധാനമായ ബ്രാഹ്മണ സെറ്റിൽമെൻറ്റുകളുള്ള ഇടങ്ങളായി പറയപ്പെടുന്നത് പെരുമാസല്ലൂർ, ഈശാനമംഗലം, മുളിക്കാലം, തിരുവല്ല എന്നിവയാണ്. ദേ ആർ ഫൗണ്ട് ഇൻ ക്ലസ്റ്റേഴ്സ് ഇൻ പമ്പ വാലി, പെരിയാർ വാലി, ഇൻ ദെയർ മോർ ഫെർട്ടൈൽ സോൺ. ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടമായ ഇടമായതുകൊണ്ട് പമ്പയുടെയും പെരിയാറിൻ്റെയും താഴ്വരകളിലായിരുന്നു ഇവർ കൂട്ടം ആയി തങ്ങിയിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഡ്യൂ ടു റാപ്പിഡ് ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ, സബ്സിഡിയറി സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ഉപഗ്രാമാസ് കെയിം ടു ബി അറ്റാച്ച്ഡ് ടു ദ മെയിൻ ബ്രാഹ്മണ സെറ്റിൽമെൻറ്റ്സ്. പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പുരോഗമനം ഉണ്ടായി, കാർഷിക മേഖലയിലെ അഭിവൃദ്ധി ഉണ്ടായി. ഇതിൻ്റെ ഫലമായി ഈ സെറ്റിൽമെൻറ്റുകൾ ഉപനഗരങ്ങളായി, കൂടാതെ തൊട്ടടുത്തുള്ള കാർഷിക ഗ്രാമങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് ഈ ബ്രാഹ്മണ സെറ്റിൽമെൻറ്റ് വികസിച്ചു എന്നുള്ളതാണ്. ഇപ്രകാരം പരാമർശിക്കപ്പെടുന്നത് AD 861 പുറത്തിറങ്ങിയിട്ടുള്ള സ്ഥാപിച്ചിട്ടുള്ള തിരുവാറയൂർ കോപ്പർ പ്ലേറ്റ്, സ്ഥാണു രവിവർമ്മൻ സ്ഥാപിച്ചതാണ് ഈ കോപ്പർ പ്ലേറ്റ്. തിരുവാരുവായി കോപ്പർ പ്ലേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്.
Nonetheless, the term Brahmadaya rarely appears to connection these Brahmana settlements, which are consistently linked with the temple. പക്ഷേ ഈ ഒരു ഒറ്റ ബ്രാഹ്മണ സെറ്റിൽമെന്റുകൾ പോലും ബ്രഹ്മദേയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാമർശം തന്നെ എവിടെയും ഉണ്ടായിരുന്നില്ല. കൂടാതെ ഈ സെറ്റിൽമെന്റുകളെല്ലാം ക്ഷേത്രങ്ങളുമായി കണക്റ്റഡ് ആയിരുന്നു താനും. ദ ടേം ഊരർ ആൻഡ് അതേഴ്സ് ലൈക്ക് തളി അധികാരികൾ, തളിയാർ, സഭയാർ are referred to Brahmanas who controlled the temple and the settlement. The Urar of Tiruvaruvai, Nedumbaram, Tali, and Pudukkod are also referred to Padinettu Nattar, Painarumar, Irupettuluvar. Evidently the numbers of people. ക്ഷേത്രം അതുപോലെ ബ്രാഹ്മണ സെറ്റിൽമെന്റുകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ബ്രാഹ്മണർ തന്നെയായിരുന്നു. ഈ ബ്രാഹ്മണരെ വിളിച്ചിരുന്ന പല തരത്തിലുള്ള പദങ്ങളുണ്ട്. ഊരർ എന്ന് വിളിക്കുന്നത് പോലെയുള്ള പദങ്ങൾ. താളി എന്ന് പറഞ്ഞാൽ തളി അധികാരികൾ, തളിയാർ, സഭയാർ, ഇത്തരത്തിലുള്ള പദങ്ങളിലൂടെ ക്ഷേത്രത്തെ നിയന്ത്രിക്കുകയോ സെറ്റിൽമെന്റുകളെ നിയന്ത്രിക്കുകയോ ചെയ്തിരുന്ന ബ്രാഹ്മണരെ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഊരർ ഉണ്ടായിരുന്നു ഓരോ പ്രദേശങ്ങൾക്ക്. പുതുക്കോട്, അതുപോലെ നെടുമ്പരം താളി, തിരുവാറുവായി, ഇതിനൊക്കെ ഊരേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അവരെ വിളിച്ചിരുന്നത് 18 നാട്ടാർ എന്നായിരുന്നു ഊരർമാരെ വിളിച്ചിരുന്നത്. 18 നാട്ടാർ. പൈനാറുമർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഇരുപ്പെട്ടുള്ളവർ എന്നും വിളിച്ചിരുന്നു. ഇങ്ങനെ ആളുകളെ വിളിക്കുന്ന പ്രത്യേക പദങ്ങൾ സ്ഥാനങ്ങൾക്കനുസരിച്ചുണ്ടായിരുന്നു. നെക്സ്റ്റ്, ദ പറതൈ, മുലപ്പറതൈ, ദ കൗൺസിൽ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ടെമ്പിൾ, പൊതുവാൾ, അഹപ്പൊതുവാൾ, വാരിയർ ആൻഡ് പുറപ്പൊതുവാൾ refer the service personnel of the temple. ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളെ വിളിച്ചിരുന്നത് പരതൈ, മുലപ്പറുതൈ എന്നൊക്കെയായിരുന്നു. അതുപോലെ ക്ഷേത്രത്തിലെ തൊഴിലാളികളെ, ക്ഷേത്രത്തിലെ പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്തിരുന്ന ആളുകളെ വിളിച്ചിരുന്നത് പൊതുവാള്, അഹപ്പൊതുവാള്, വാരിയർ, പുറപ്പൊതുവാൾ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്നു. Variyam or the committee of a type that occur in Tamil region is absent in Kerala. തമിഴ് പ്രദേശത്ത് കണ്ടുവന്നിരുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റി ആയിരുന്നു വാരിയം എന്നറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വാരിയം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റി കേരളത്തിൽ നിലവിലുണ്ടായിരുന്നില്ല എന്ന് പരാമർശിക്കുന്നു. The emergence of temple as the new ideological instrument by about 8th century CE marked the genesis of agrarian society headed by Brahmanas and centered around the temple endowments of vast land estate to the temple of paddy from them are on records. The rise of temple. അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഉദയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പുതിയ ആസ് എ ന്യൂ ഐഡിയോളജിക്കൽ ടൂൾ എന്ന് പറയാം, പുതിയൊരു പ്രത്യയശാസ്ത്രമായി ബന്ധപ്പെട്ടാണ് 8ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രങ്ങളുടെ ഉദയങ്ങളുണ്ടായത്. ക്ഷേത്രങ്ങളുണ്ടായിരുന്നതിന് മുമ്പും, പക്ഷേ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അഗ്രേറിയൻ സെറ്റിൽമെന്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു പുതിയ ഐഡിയോളജി ആയിരുന്നു എന്നാണ്. ദ ബർത്ത് ഓഫ് എൻ അഗ്രേറിയൻ സൊസൈറ്റി, ക്ഷേത്രത്തിന് നിയന്ത്രണത്തോട് കൂടിയിട്ടുള്ള ഒരു അഗ്രേറിയൻ സൊസൈറ്റി രൂപപ്പെടുക. ഇറ്റ് വാസ് ലെഡ് ബൈ ബ്രാഹ്മണാസ്. അത് നിയന്ത്രിച്ചിരുന്നത് ബ്രാഹ്മണരുമായിരുന്നു. സോ ദേ ഫോക്കസ്ഡ് ഓൺ ടെമ്പിൾ എൻഡോവ്മെന്റ് ദാറ്റ് ഇൻക്ലൂഡ് എക്സ്റ്റെൻസീവ് ലാൻഡഡ് പ്രോപ്പർട്ടി ഗ്രാൻഡഡ് ടു ദ ടെമ്പിൾ. ഇപ്പം ക്ഷേത്രത്തിന് പല ഭരണാധികാരികളും വ്യക്തികളാലും ധാരാളം ഭൂമി സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ലഭിച്ച ഈ ഭൂമിയെ നിയന്ത്രിക്കുക, ആ ഭൂമിയിലെ കൃഷി നിയന്ത്രിക്കുക എന്നുള്ളത് ബ്രാഹ്മണരായിരുന്നു.
അങ്ങനെ ക്ഷേത്രങ്ങൾക്ക് പ്രോപ്പർട്ടി ഗ്രാൻഡ് ചെയ്യപ്പെട്ടതായിട്ടുള്ളത് തിരുവല്ല കോപ്പർ പ്ലേറ്റിൽ സൂചിപ്പിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും ധാരാളം പാഡി കൾട്ടിവേഷനുള്ള ഭൂമി കൈമാറ്റം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഗ്രാൻഡ്സ് ടു ദ സാല attached to the temple are also known, which were managed by the temple corporation. ഇനി ക്ഷേത്രത്തോട് ചേർന്ന് സാലകൾ ഉണ്ടാവും. സാല എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, പഴയ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ഷേത്രത്തോട് ചേർന്നിട്ടാണ് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവും, സാലകൾ. ഇതും മാനേജ് ചെയ്യപ്പെട്ടിരുന്നത് ടെമ്പിൾ കോർപ്പറേഷൻ തന്നെയായിരുന്നു. എ ലാർജ് പാർട്ട് ഓഫ് ദ ഫെർട്ടൈൽ ലാൻഡ്സ് ബിറ്റ്വീൻ കരുമാൻപുഴ ആൻഡ് Churniyar was under the control of Temple Corporation of 11 temples, including Paravur, Irinyalakuda, etc. The majority of the productive agricultural lands in Kerala of that time were owned by Brahmanas, as they held the role of temple properties. കരുമാമ്പുഴയ്ക്കും ചൂർണിയാറിനും ഇടയിൽ ധാരാളം ഫലഭൂഷ്ടമായ ഭൂമി ഉണ്ടായിരുന്നു. ഈ ഭൂമി ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. പ്രത്യേകിച്ചും 11 ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ടെമ്പിൾ കോർപ്പറേഷൻ. അവയുടെ നിയന്ത്രണത്തിലായിരുന്നു. പറവൂർ, ഇരിഞ്ഞാൽക്കുട എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ള. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റീവ് ലാൻഡിൻ്റെ കേരളത്തിലെ ആ കാലഘട്ടത്തിലെ പൂർണ്ണമായ നിയന്ത്രണം ക്ഷേത്രങ്ങളുടെ കീഴിലായിരുന്നു എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ കീഴിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. The localization of agrarian activity under the institutional supervision of the temple resulted in the establishment of an elaborate agrarian order and unprecedented expansion of agriculture. The concentration of farming activity, oversight of temple institution. ക്ഷേത്രങ്ങളുടെ മേൽനോട്ടത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാർഷിക പ്രവൃത്തികൾ നടന്നു വന്നു എന്നുള്ള വിവരം നമുക്കിവിടെ ലഭ്യമായത് ഈ കാലഘട്ടത്തിൽ വളരെ സങ്കീർണമായ അഗ്രികൾച്ചറൽ പ്രാക്ടീസും അതിൻ്റെ ഗ്രോത്തും ഉണ്ടായി എന്നുള്ളത് സൂചിപ്പിക്കുന്നു. The temple could organize the society for various activities of the better production through irrigation project and large scale land improvement schemes. ടെമ്പിളിന് സൊസൈറ്റിയെ ഓർഗനൈസ് ചെയ്യാൻ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ ക്ഷേത്രം ഒരുമിപ്പിക്കുകയും അവരെ കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വേണ്ടി ഇറിഗേഷൻ പ്രൊജക്റ്റുകളിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്, ലാൻഡിന് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ ഈ തൊഴിലാളികളെ കാർഷിക പ്രവൃത്തിയുമായി ഏകോപിപ്പിക്കാനും ഒക്കെ ക്ഷേത്രത്തിന് സാധിച്ചിരുന്നു എന്നുള്ള. Small scale reclamation and cultivating process were carried out by Karalar as a part of their tenancy obligation. ജന്മിത്ത ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് കരാളർ തന്നെയായിരുന്നു ചെറുകിട കാർഷിക പ്രവൃത്തിക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്തിരുന്നത്. Fertile upland means hilly areas were brought under cultivation. ഫലഭൂഷ്ടമായ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും കുന്നിൻ ചെരുവുകളൊക്കെ കാർഷിക പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു. As the head of the നാടുവാഴി made a grant of land giving complete ownership to temple. നാടിൻ്റെ തലവൻ അറിയപ്പെട്ടിരുന്നത് നാടുവാഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ നാടുവാഴി ഭൂമി ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് പൂർണ്ണമായി നൽകിയിരുന്നു. ടേംസ് ലൈക്ക് ചെറക്കൽ റഫർ ടു ദ ക്രൗൺ ലാൻഡ്, ദേവസ്വം ഓർ കിളിതു were the lands to temples which enjoyed Karanmay right, and 18 different taxes dues from the village were also assigned to temple, as in the case of village of Kathuvar assigned to തിരുവല്ല ടെമ്പിൾ. തിരുവല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെക്കോർഡാണ് നൽകപ്പെടുന്നത്.
ദേവസ്വം അല്ലെങ്കിൽ കിളിതു എന്നറിയപ്പെടുന്ന ഒരു സഭ ഉണ്ട്. ഈ സഭയാണ് ടെമ്പിളിൻ്റെ ലാൻഡ് കൈകാര്യം ചെയ്തിരുന്നത്. ടെമ്പിളിൻ്റെ ലാൻഡിലെ കരാൻമൈ, തമിഴ് പദമാണ്. ഈ കരാൻമൈ റൈറ്റ് ഇവർക്കായിരുന്നു. 18 തരത്തിലുള്ള ടാക്സുകൾ ഗ്രാമങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിന് പിരിച്ചെടുക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നു എന്ന് തിരുവല്ല ടെമ്പിളിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ദ ടെമ്പിൾ കോർപ്പറേഷൻ റിസീവ്ഡ് രക്ഷഭോഗ ഇൻ ദ ഫോം ഓഫ് പാഡി ആൻഡ് ഗീ. ക്ഷേത്രസഭയ്ക്ക് ലഭിച്ചിരുന്ന വസ്തുക്കൾ പ്രധാനമായും നെല്ലും അല്ലെങ്കിൽ അരിയും നെയ്യുമായിരുന്നു. അരി പറ അല്ലെങ്കിൽ നാഴി എന്നതിലായിരുന്നു അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നത്. ഈ ലഭിക്കുന്ന നെയ്യിനെയും അരിയെയും വിളിച്ചിരുന്ന പദം എന്ന് പറയുന്നത് രക്ഷഭോഗ എന്നായിരുന്നു. ആനുവൽ ഡ്യൂസ് ടു ദ ടെമ്പിൾ വേർ നോൺ ആസ് അട്ടൈക്കോൽ. അട്ടൈക്കോൽ എന്നായിരുന്നു വാർഷിക നികുതിയെ വിളിച്ചിരുന്ന പേര്. ദ പ്രൊട്ടക്ഷൻ ടെമ്പിൾ വാസ് എൻട്രസ്റ്റഡ് 300 or 500 or 700 ഗ്രൂപ്പ് ഓഫ് ആംഡ് മെൻ. ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി 300 മുതൽ 700 വരെ അംഗങ്ങളടങ്ങിയ ആയുധധാരികളായ ഒരു പടയാളികളുടെ ഒരു ഗ്രൂപ്പ് ക്ഷേത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇവർ ക്ഷേത്രഭൂമി സംരക്ഷകരും ക്ഷേത്രത്തിൻ്റെ കാവൽ സൈന്യവുമായി അറിയപ്പെട്ടിരുന്നു. ഇവരെ വിളിച്ചിരുന്നത് കിളുത്തുക്കാണം എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇവർക്ക് തന്നെയായിരുന്നു ക്ഷേത്രഭൂമി കൈകാര്യം ചെയ്യാനുള്ള അവകാശവും ഉണ്ടായിരുന്നത്. ലാൻഡ്സ് ഗിവൺ ഇൻ അട്ടിപ്പേർ പണയം gave the temple different level of rights like those of the owners of all revenue, protector, temporary revenue ownership in Karanmay right. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഭൂമി, അട്ടിപ്പേർ അവകാശം, പണയം എന്നീ രീതികളിൽ ഭൂമിയിൽ നിന്ന് വരുമാനം ലഭിച്ചിരുന്നു ക്ഷേത്രങ്ങൾക്ക്. ക്ഷേത്രങ്ങൾക്ക് ഇങ്ങനെ പലതരത്തിലുള്ള അവകാശങ്ങൾ പൂർണ്ണമായോ താൽക്കാലികമായോ ഈ ഭൂമിക്ക് മുകളിൽ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. An elaborate system of distribution and redistribution developed. For the organization of economic activities, land were entrusted to various ganas to the temple. കാലങ്ങൾ പുരോഗമിക്കും തോറും കൂടുതൽ വികസനം കൈമാറ്റ വ്യവസ്ഥയിൽ രൂപപ്പെട്ടു. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഭൂമിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പുതിയ സംഘങ്ങൾ രൂപം കൊണ്ടു. അവയെ ഗണങ്ങൾ എന്നറിയപ്പെട്ടിരുന്നു. The temple land were redistributed to കരാളർ. ക്ഷേത്രഭൂമി വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടു. ക്ഷേത്രത്തിൻ്റെ കൈവശത്തിലുള്ള ഭൂമി താൽക്കാലിക കൃഷിക്ക് വേണ്ടി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു കരാളർക്ക്. അതുപോലെ കുട്ടേക്കൽ എന്ന് പറയുന്ന വിഭാഗം, അതായത് ക്ഷേത്രഭൂമി ഉഴുതുമറിച്ച് കൃഷി ചെയ്യുന്ന അതിൽ താമസിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. The temple leased out land to കരാളർ who were made responsible for providing requirement of the special temple ritual for which endowment were made. ക്ഷേത്രഭൂമി പാട്ടത്തിന് നൽകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കരാളർക്ക്. ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ കരാളർമാർ നൽകണമായിരുന്നു. കരാളർ who had the right to cultivate, കൃഷി ചെയ്യാൻ അവകാശം കരാളർക്ക് ലഭിച്ചിരുന്നു. കുഡീസ് such as tillers, artisans, craftsmen, occupants of rights. ക്ഷേത്രഭൂമിയിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാനുള്ള അവകാശം അതിലെ കർഷകർക്ക്, തൊഴിലാളികൾക്ക് ഒക്കെ ലഭിച്ചിരുന്നു. For various service to the temple, സർവീസ് ടണേഴ്സ്, വിരുത്തി ആൻഡ് ജീവിതം വേർ ഗിവൻ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ ചെയ്ത ആളുകൾ
പാത്ര നിർമ്മാണം ചെയ്തവർ, ആശാരിപ്പണി, അതുപോലെ ക്ഷേത്രഭൂമി കിളയ്ക്കുക, കൃഷി ചെയ്യുക, ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുക, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുമാനത്തിൽ നിന്ന് ഒരു വീതം ലഭിക്കുമായിരുന്നു. വിരുത്തി ജീവിതം എന്നീ 2 തരത്തിലുള്ള സർവീസുകളാണ് ഉണ്ടായിരുന്നത്. വിരുത്തി വാസ് ദ അലോവ്മെന്റ് എ ഹെറിഡിറ്ററി റൈറ്റ്. ജീവിതം വാസ് ഫോർ എ ലൈഫ്. The Uranmai was retained by the temple corporation, thus creating superior subordinate rights. The hierarchy in the dissonance order to represent Uranmai, Karanmai, Kudimai. 3 രീതിയിലുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 3 അവകാശങ്ങളെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഊരാൻമൈ, കരാൻമൈ, കുടിമൈ എന്ന അവകാശം. കുടിമയാണ് ഏറ്റവും താഴെ തലത്തിലുള്ളത്. ദർ ആർ 3 ടയർ സ്ട്രക്ചർ ഓഫ് റൈറ്റ് എവോൾഡ്: കോയിൻമൈ, ഊരാൻമൈ, കരാൻമൈ. ദ 4th വൺ ഈസ് കുടിമൈ, ഓഫൻ ഹാഡ് നോ പെർമനന്റ് റൈറ്റ് ഓവർ ലാൻഡ്. ഇതിലെ 3 അവകാശങ്ങൾ സ്ഥിരാവകാശങ്ങളാണ്: കോയിൻമൈ, ഊരാൻമൈ, കരാൻമൈ. 4ാമത്തെ അവകാശമായി കുടിമൈ എന്നുള്ളത് ഒരു പെർമനന്റ് അവകാശമല്ല. ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്നതിനനുസരിച്ച് അവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടവരാണവർ. ഗോൾഡ് വാസ് അനദർ വാല്യുബിൾ അസറ്റ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ഓഫൻ എൻട്രസ്റ്റഡ് ടു ടെമ്പിൾ. സ്വർണം എന്ന് പറയുന്നത് വളരെ വില കൂടിയ ഒരു മൂലധനമായിരുന്നു ക്ഷേത്രത്തിൻ്റേത്. വ്യക്തികളാലോ സംഘങ്ങളാലോ സമുദായത്താലോ ക്ഷേത്രത്തിന് ലഭിക്കപ്പെടുന്ന ഒന്നായിരുന്നു സ്വർണം. It was frequently utilized for transactions such as acquiring land, providing loans secured by mortgage and more. ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നത് ഭൂമി സ്വന്തമാക്കുന്നതിന് വേണ്ടി, പണയം വെച്ച വസ്തു തിരിച്ചെടുക്കുന്നതിന്, ലോൺ അടയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിരുന്നു. The gold lending economic activity of temple brought interest in paddy. ഇതിന് സ്വർണത്തിന് പകരമായി, കടം നൽകുന്ന സ്വർണത്തിന് പകരമായി ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, പലിശ എന്ന് പറയുന്നത് പലപ്പോഴും അരിയായിട്ടായിരുന്നു വാങ്ങിയിരുന്നത്. However, there was no monetization despite in fact reference to kalanju, kashu, dinara are made in form of gift. ഒരു കൃത്യമായ ഒരു മോണിറ്റൈസേഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഈ കാലത്ത് നിലനിന്നിരുന്നത് കളഞ്ചു എന്ന് പറയുന്ന പണം, കാശു എന്ന് പറയുന്ന പണം, അതുപോലെ ദിനാറ എന്ന് പറയുന്ന അറബ് പണമൊക്കെ ആയിരുന്നു ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. All artisan and craftsmen and professional caste settled in temple centered village, economic dependent based on the ties from lowly of the higher groups, that is temple and village proprietors. എല്ലാ തരത്തിലുള്ള തൊഴിലാളികളും, കരകൗശല വിദഗ്ധരും അല്ലാത്തവരും, പ്രൊഫഷണൽ കാസ്റ്റലേഴ്സും ഒക്കെ ക്ഷേത്രവുമായി കേന്ദ്രീകൃതമായിട്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എപ്പോഴും ക്ഷേത്രമായിരുന്നു. This has been understood as a represent relatively self-sufficient local unit and prevalence of service tenors. It established intercommodity exchange ratio, insufficiency of coinage are believed feature of closed economy. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ലോക്കൽ സമൂഹമായിരുന്നു, സ്വയം പര്യാപ്തമായ ഒരു ക്ലോസ്ഡ് എക്കണോമിക് സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. പരസ്പരം സഹായിച്ചുകൊണ്ട്, കൈമാറ്റം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ദൗർലഭ്യമായ ഘടകങ്ങൾ, പരിമിതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോയിൻസ് ഈ കാലഘട്ടത്തിൽ, കോയിൻ സർക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ സ്കേഴ്സിറ്റി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു സെൽഫ് കണ്ടെയ്ൻഡ് എക്കണോമിക് സിസ്റ്റം ആയിരുന്നു ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാന വസ്തുത.